ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ. നല്ല മലബാർ ബീഫ് ബിരിയാണി. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാണ്ട് ആദ്യം തന്നെ. അപ്പോൾ ആദ്യം തന്നെ ബീഫൊക്കെ നമ്മളൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് വിനാഗിരി ഇതൊക്കെ ഒന്ന് ഇട്ടുകൊണ്ട് എല്ലാം മിക്സ് ആക്കിയിട്ടൊന്ന് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 വിസിൽ വരെ അടുപ്പിക്കണം. ഒരു 10 മിനിറ്റ്. നല്ല ബീഫിനനുസരിച്ചാണ് അതിൻ്റെ വേവ് ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് വേവുമ്പോഴേക്കും കുറച്ച് ഉള്ളികളൊക്കെ റെഡിയാക്കി വെക്കണം. ഉള്ളി അരിഞ്ഞ് വെക്കണം, ചതവുകളൊക്കെ ഉണ്ടാക്കി വെക്കണം. ഇനി അരിഞ്ഞ് വെച്ച ഇതുണ്ടല്ലോ, അത് ഇനി വഴറ്റണം. അപ്പോൾ ഒരു നല്ല അടികട്ടിയുള്ളൊരു ചെമ്പ് എടുത്തിട്ട് അത് ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചത് കേട്ടോ. സൺഫ്ലവർ ഓയിലൊന്നും ഞാൻ ഉപയോഗിക്കലില്ല. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് ആ ഉള്ളിയൊക്കെ ഇട്ട് അതിൽ വഴറ്റിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയാൽ മതി. ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ അതൊന്ന് വാഴോളം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് അടുപ്പൊന്ന് വെച്ച് കുറച്ച് നേരം അങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ അടച്ച് മൂടി വെക്കുമ്പോൾ കുറച്ചൊന്ന് ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള വാടിയതിന് ശേഷം അതിക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഈ തക്കാളിയും ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ അരിഞ്ഞ് റെഡിയാക്കി അവിടെ എടുത്ത് വെക്കണം, ചട്ടി ചൂടാവുമ്പോൾ. തക്കാളിയൊക്കെ ഒന്ന് വന്ന് തക്കാളി പിന്നെ അധികം ഒന്നും വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അടുപ്പൊന്ന് വെച്ച് കൊടുക്കുക ചെമ്പിൻ്റെ. എന്നിട്ട് അത് ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ തക്കാളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാണ്ട്. ഞാൻ ഗരം മസാല, ബിരിയാണി മസാല അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഉപയോഗിക്കൽ. അപ്പം ഞാൻ തക്കാളി ഇതായതിനു ശേഷം നമുക്ക് ചതവ് ഇട്ട് കൊടുക്കണം. ചതവ് ഞാൻ 3 കൂടി, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി ഇത് 3 കൂടി ഒന്നിച്ചാണ് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അതിൽ നല്ലോണം ഒന്ന് പച്ച മണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളകൊക്കെ ചതച്ചതായിട്ട് അതിലിടുമ്പോൾ ഭയങ്കര നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അത് നല്ല ഒരു സ്മെല്ലാണ്. അത് ഒന്ന് പച്ചമണം മാറോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് അതിക്ക് പിന്നെ കുറച്ച് പൊടികൾ, ഇപ്പം ഗരം മസാല പറഞ്ഞല്ലോ, അത് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുമ്പായിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട്, ഒരു നാരങ്ങൻ്റെ പകുതി എടുത്തിട്ട് അതൊന്ന് കുരു കളഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ എനിക്ക് വേണ്ട പൊടികളാണ്. മഞ്ഞൾപ്പൊടി കുറച്ചിടുക, 1 സ്പൂണൊക്കെ ഇട്ട് മതി. മഞ്ഞൾപ്പൊടി അധികം ഇടണ്ട, ബീഫിലും കൂടി ഇട്ടതുകൊണ്ട് പൊടികളൊക്കെ കുറേശ്ശെ ഇട്ടാൽ മതി. പിന്നെ കുരുമുളക് പൊടി ഒരു 2 സ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ബിരിയാണി മസാല ഞാൻ ഉണ്ടാക്കി വെച്ച് തന്നെയാണ്. ബിരിയാണി മസാല ഉണ്ടാക്കുന്ന ഇത് വേണമെങ്കിൽ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആക്കി ഇടുന്നുണ്ട്. എന്നിട്ട് അത് ബിരിയാണി മസാല ഇടുമ്പോൾ ഒരു 2.5-3 സ്പൂണിൻ്റെ അടുത്ത് ഇടണം. അതാണ് ഈ ബിരിയാണിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. നമ്മുടെ ഈ ബിരിയാണി മസാലയ്ക്ക് അനുസരിച്ചിരിക്കും നമ്മുടെ ബിരിയാണീൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോഴൊക്കെ തീ കുറച്ച് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പിന്നെ ഈ പൊടികളൊക്കെ ഇടുമ്പോൾ അതൊക്കെ ഒന്ന് ഇത് മാറും, ചോയ മാറിക്കിട്ടും. അപ്പം അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 2 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ മുമ്പായിട്ട് ചപ്പ് പുതിന അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. ചപ്പ് പുതിന
അതും കൂടി ഇടുമ്പോഴാണ് നല്ല അടിപൊളി സ്മെല്ല് വരിക. ഒരു ബിരിയാണീൻ്റെ ഒക്കെ ഒരു സ്മെല്ല് ഇങ്ങനെ വരൽ തുടങ്ങും അതും കൂടി ഇട്ട് ഇളക്കുമ്പോൾ. അത് കൂടുതൽ ചൂടാവൊന്നും വേണ്ട, ജസ്റ്റ് അതിലിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി ഈ ചപ്പ് പുതിന. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തൈര് ഒഴിച്ചു കൊടുക്കുക. ഈ തൈര്, നാരങ്ങ, തക്കാളി ഈ 3 പുളികളും കൂടി ഒന്നിച്ച് അതിൽ കൂടുമ്പോഴാണ് ഒരു ടേസ്റ്റ് കറക്റ്റ് ആവുക. ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുള്ളൂ, ഓവറാകരുത് പുളികളൊന്നും. അപ്പം അതും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തോടുക്കനെ അതിൽ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിവാക്കരുത്, വെള്ളം അതിലാവശ്യമുണ്ട്. അപ്പം അതൊക്കെ നല്ല ഒഴിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി എല്ലാ ബീഫും ഈ മസാല പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് അതിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കണം. കാരണം നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്, പിന്നെ മസാലയിലും ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടതാണ്. അപ്പോൾ ഇനി ഉപ്പ് നോക്കിയിട്ട് വേണം ഒന്ന് ഇട്ട് കൊടുക്കാൻ. ആ ഉപ്പ് കറക്റ്റ് ആയെങ്കിലുള്ളൂ ബീഫിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ബിരിയാണീൻ്റെക്ക്. അപ്പോൾ അത് ഉപ്പൊക്കെ നോക്കിയിട്ട് അവിടെ അടച്ച് മാറ്റി വെക്കണം. എന്നിട്ട് വേണം ഇനി അതിലേക്ക് ചോറ് ഉണ്ടാക്കാൻ. ചോറ് ഞാൻ നെയ്ച്ചോറാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. തിളപ്പിച്ച് ഊറ്റി വെക്കുമ്പോൾ ആ ഒരു ഇത് കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ഞാനധികം നെയ്ച്ചോറാക്കി വെക്കും, എന്നിട്ട് ദമ്മിടലാണ്. അപ്പം നെയ്ച്ചോറ് വെക്കാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി നമ്മുടെ ഒരു കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ ഏത് പാത്രത്തിലാണെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം തന്നെ ആ നെയ്യ് ഒഴിക്കുമല്ലോ നമ്മൾ, ഇത് ചൂടായിട്ട്, പാത്രം ചൂടായിട്ട്. അപ്പോൾ ആ ആദ്യത്തെ നെയ്യിൽ ഇത് മൂപ്പിച്ചെടുക്കാണ്ട് കുറച്ച് ഉള്ളിയും പിന്നെ അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവോളം മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്ന് കോരിയൊക്കെ, ഉള്ളി ആദ്യം കോരിയൊക്കെ കഴിഞ്ഞിട്ട് അണ്ടി മുന്തിരി ഒന്നിച്ചിട്ട് ആ മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോൾ അതും ഒന്ന് കോരിയൊക്കെ. അപ്പോഴൊക്കെ ഫ്ലെയിം ശ്രദ്ധിക്കണം, കുറച്ചിട്ട് ഇടാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ കോരി വെച്ച് അവിടെ റെഡി ആയിട്ട് ഇരിക്കട്ടെ. അതൊക്കെ നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോഴേക്കും അത് ആവുമ്പോഴേക്കും നമ്മൾ പിന്നെ അരി കഴുകി അവിടെ റെഡിയാക്കി വെക്കണം. പിന്നെ ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം റെഡിയാക്കി വെക്കണം. അപ്പോൾ അണ്ടി മുന്തിരിയൊക്കെ കോരി വെച്ചിട്ട് ഈ നെയ്യിലേക്ക് തന്നെ, പിന്നെ ഇനി നെയ്യ് കുറവുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചിട്ട്, പിന്നെ നമ്മൾ അരിക്കനുസരിച്ചുള്ള നെയ്യ് ഒഴിച്ചാൽ മതി. നെയ്യ് ഒഴിച്ചിട്ടേക്ക് പിന്നെ ഈ ഗ്രാമ്പു, പട്ട, ഏലക്കായ ഈ 3 സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട്, പിന്നെ ഉള്ളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ബിരിയാണി ദമ്മിടാനുള്ള ചോറല്ലേ, അപ്പോൾ ഇത് മാത്രം ഇട്ടാൽ മതി. പിന്നെ കറക്റ്റ് വെള്ളം, ഇപ്പോൾ നമ്മൾ അരി എത്ര എടുക്കണമെന്ന് വെച്ചാൽ അതേ അളവിൽ, ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ അത് അവിടെ അളന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 1 കിലോ 4 ഗ്ലാസ്സിനുള്ള അരിക്കുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് എനിക്ക് ആവശ്യം വന്നത്. അതൊക്കെ ഒഴിച്ചിട്ട് വെള്ളം ഉപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ട്, പിന്നെ ക്യാരറ്റൊക്കെ അരിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളത്തൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. എന്നിട്ട് ആ വെള്ളത്തിൽ ഉപ്പ് കറക്റ്റ് ആണോ നോക്കിയിട്ട് വെള്ളം നല്ലോണം തിളച്ച് വന്നാൽ നമ്മൾ ആ കഴുകി വെച്ച അരിയും കൂടി ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെക്കുക. ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. എന്നിട്ട് വിസിലടിക്കാനാവണതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഒന്ന് ലോ ഫ്ലെയിമൊക്കെ മാറ്റിയിട്ട് 1 വിസിലടിച്ചാൽ മതി നെയ്ച്ചോറ്. ബിരിയാണിക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും 1 വിസിലടിച്ചാൽ മതി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ പിന്നെ തമ്മിൽ കടന്നിട്ട് ആ ചോറ് വേറിപ്പോവും. അപ്പോൾ അതിലാക്കാൻ എന്നിട്ട് ആ വിസിൽ അപ്പം തന്നെ ഒഴിവാക്കും വേണം. ഞാൻ ഈ അരിയൊക്കെ എന്നിട്ട് റെഡിയാക്കട്ടെ. ഇതേപോലെ ഒരു തവി വെച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇളക്കുന്നത്. എന്നാൽ പിന്നെ നമ്മൾ എന്നിട്ട് അപ്പോൾ നമ്മൾ മുമ്പോടെ മസാല റെഡിയാക്കി വെച്ചിരുന്നത്. അപ്പോൾ ചോറൊക്കെ റെഡിയായിട്ട് ഈ മസാലിൻ്റെ നേരെ മുകളിൽ തന്നെയാണ് ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ സാധാരണ എല്ലാവരും ഒരു വായൻ്റെ എന്തെങ്കിലുമൊക്കെ വെക്കും, ഞാനത് വെക്കണില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ നേരെ മേലേക്ക് തന്നെ ആ ചോറ് ഇട്ട് കൊടുക്കുകയാണ്.
ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ നിരത്തി കൊടുക്കണം. ചോറ് എല്ലാ ഭാഗത്തും ബീഫിൻ്റെ നമ്മൾ പാത്രത്തിനനുസരിച്ച് നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ബിരിയാണി മസാല ഉണ്ടല്ലോ, ആ പൊടി തന്നെയാണ് ഞാൻ ഈ ചോറിൻ്റെ ഉള്ളിലും വിതറി കൊടുക്കണം. അത് കുറേശ്ശെ വിതറി കൊടുക്കുക. ഒരു ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഒരു ലെയറിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉള്ളിയും വിതറി, നമ്മളെ മൂപ്പിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതും, കുറച്ച് അണ്ടിയും മുന്തിരിയും മൂപ്പിച്ചതും, പിന്നെ ചപ്പ് പുതിന ഇല അരിഞ്ഞതും ഒക്കെ ഇടുക. അങ്ങനെ ഒരു ലെയർ, അങ്ങനെ 2-3 ലെയറാക്കിയിട്ട് എൻ്റെ ബിരിയാണി അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ.